വന്നു വന്ന് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിലെ അരിക്കൊമ്പനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എപ്പോൾ ഇറങ്ങുമെന്നോ എന്തു പറയുമെന്നോ ആർക്കും ഒരു പിടിയുമില്ല. എവിടെയെങ്കിലും തളയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചങ്ങലയ്ക്ക് വഴങ്ങുന്ന ഒരാളുമല്ല. പിന്നെ പറ്റുന്ന കാര്യം വല്ല വാരിക്കുഴിയിലും വീഴ്ത്തുക എന്നതാണ്. കുഴി കുഴിച്ച് വീഴ്ത്താൻ പ്രത്യേക വൈദഗ്ധ്യമുള്ളവർ കോൺഗ്രസിൽ ധാരാളം ഉണ്ടെങ്കിലും തരൂരിൻ്റെ വഴിയിൽ കുഴിയൊരുക്കാൻ ഇപ്പോഴുള്ള ധൈര്യമൊന്നും പോരാ. എന്തായാലും തരൂർ കോൺഗ്രസിന് ഒരു തകരാറായി മാറിക്കഴിഞ്ഞു. ഇടതുപക്ഷ സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസിനെ ഒന്നാകെ വട്ടം ചുറ്റിയ ശേഷമാണ് തരൂർ ഇപ്പോൾ അടുത്ത റൗണ്ട് ഓടിയെത്തിയത്. തരൂർ പറയുന്ന കാര്യങ്ങൾ പലതും തരൂരിന് മാത്രമേ പുതുമയായിട്ടുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്കോ എന്തിന് കോൺഗ്രസ്സുകാർക്ക് പോലും അതൊരു പുതിയ കാര്യമല്ല. തരൂരിൻ്റെ ഒന്നാമത്തെ പരാതി കേരളത്തിൽ കോൺഗ്രസിന് നേതൃപ്രതിസന്ധി ഉണ്ടെന്നാണ്. പിന്നെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും നേതൃത്വം അങ്ങ് സമ്പന്നമാണല്ലോ. ഒരു കാലത്ത് കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തും ഓരോ AICC പോലെയായിരുന്നു. പേര് പറഞ്ഞാലും തീരാത്തത്ര നേതാക്കൾ. ഇപ്പോൾ AICCയിൽ പോലും അങ്ങനെ പറയാൻ ഒരാളില്ലാതെയായി. ആകെയുള്ളത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും മാത്രം. ലോക്സഭയിൽ കത്തി നിന്നിരുന്ന അധീർ രഞ്ജൻ ചൗധരി ഒന്നും അഡ്രസ്സ് പോലും ഇല്ലാതെയായി. കമൽനാഥും ഗെലോട്ടും പവൻകുമാർ ബൻസാലയും ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ തരൂർ ആദ്യം പറഞ്ഞ നേതൃപ്രതിസന്ധിയുടെ കാര്യം നമുക്ക് വിട്ടുകളയാം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ആഗോള പ്രതിസന്ധിയാണ്. തരൂരിൻ്റെ അടുത്ത പരാതി ഇങ്ങനെ പോയാൽ കേരളം വീണ്ടും LDF ഭരിക്കുമെന്നാണ്. ഇതിലും വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ ആ സതീശനും സുധാകരനും ചെന്നിത്തലയ്ക്കും വരെ അറിയാം. തുറന്നു പറയാൻ അവർക്കൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ജയിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്നായിരുന്നു കോൺഗ്രസിലെ തർക്കം. ജയിച്ചതുമില്ല, മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കേണ്ടിയും വന്നില്ല. 2021 മുഖ്യമന്ത്രിയെ ചൊല്ലി സംശയങ്ങൾ ഉയർന്നു. ജനങ്ങൾക്ക് പക്ഷേ അക്കാര്യത്തിൽ സംശയം ഏതും ഉണ്ടായിരുന്നില്ല. പിണറായി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി. അടുത്ത തവണയും അത് തന്നെ സംഭവിക്കും. അതായത് മുഖ്യമന്ത്രി ആരാവണമെന്ന് കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്യും, മുഖ്യമന്ത്രിയെ LDF തീരുമാനിക്കും. തരൂർ പറയുന്ന അടുത്ത കാര്യം തൻ്റെ കഴിവുകൾ പാർട്ടി ഉപയോഗിക്കണമെന്നാണ്. എങ്ങനെ ചിരിക്കാതിരിക്കും? തരൂരിൻ്റെ കഴിവുകൾ എഴുത്ത്, വായന, പ്രസംഗം, പുസ്തകം, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ഒന്നാണ്. കോൺഗ്രസിന് വേണ്ടതാകട്ടെ തമ്മിൽ തല്ല്, തൊഴുത്തിൽ കുത്ത്, മുണ്ടൂരി എറിയൽ, കൊഞ്ഞനം കുത്തൽ എന്നിവയൊക്കെയാണ്. അതുകൊണ്ട് തൽക്കാലം തരൂർജിയുടെ ഈ ആവശ്യവും പരിഗണിക്കാനാവില്ല. ഏറ്റവും ഒടുവിൽ തരൂർ പറഞ്ഞത് എനിക്ക് മുന്നിൽ വേറെ വഴിയുണ്ടെന്നാണ്. സത്യം പറയാമല്ലോ, അദ്ദേഹം പറഞ്ഞതിൽ ഇത് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ. അതായത് കോൺഗ്രസിനെ നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. തരൂർ വേറെ വല്ല വഴിയും നോക്കിയാൽ തരൂരിന് കൊള്ളാം.